ഹായ് ഓൾ. നമ്മൾ എങ്ങനെയാണ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കണേ എന്ന് കാണുകയുണ്ടായി. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അത് ഒരർത്ഥത്തിലൊരു റിയൽ അക്കൗണ്ടിൻ്റെ നേച്ചറാണ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനുള്ളത്. നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ്, ഇവ മൂന്നുമാണ് തയ്യാറാക്കേണ്ടത്. അപ്പം അതിൽ നെക്സ്റ്റ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അതിനെ സംബന്ധിച്ചുള്ള തിയററ്റിക്കൽ ആസ്പെക്റ്റ് നമുക്കൊന്ന് കാണാം. ഇറ്റ് ഈസ് ദി സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദി അക്കൗണ്ടിങ് ഇയർ. നമ്മൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സെയിം പാരലായിട്ട് തയ്യാറാക്കുന്നതാണ് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു വർഷത്തെ ഇൻകവും എക്സ്പെൻഡിച്ചറും ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ് ഇൻ കേസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻസ്. നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിലെ അക്രൂവൽ ബേസിസിൽ ഈ പറയുന്ന പി ആൻഡ് അക്കൗണ്ട് തയ്യാറാക്കിയതുപോലെ തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇവിടെ ഓൺലി റവന്യൂ ഐറ്റംസ് ആൻഡ് the balance at the end represents surplus or deficit. ഇതിൻ്റെ അകത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. റവന്യൂ റിസീപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും മാത്രമേ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാവുള്ളൂ. അതിൻ്റെ അവസാനം ലഭ്യമാകുന്ന ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആയിരിക്കും. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നാണ് പറയുന്നത്. The income and expenditure account serve the same purpose as the profit and loss account of a business organization does. എങ്ങനെയാണ് ഒരു പി ആൻഡ് അക്കൗണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ സഹായിച്ചത്, അതേപോലെ തന്നെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയുള്ളത്. All the revenue items relating to the current period are shown in this account. The expenses and losses on the expenditure side and incomes and gains on the income side of the account. ഈ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലായിട്ട് ബാധകമായിട്ടുള്ള ഇൻകം സൈഡിലും ഈ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലായിട്ട് ബാധകമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ സൈഡിലും കാണിക്കും. ഇറ്റ് ഷോസ് ദി നെറ്റ് ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഇൻ ദ ഫോം ഓഫ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇൻകമാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സർപ്ലസ് എന്ന് വിശേഷിപ്പിക്കാം. നേരെ തിരിച്ച് എക്സ്പെൻസ് ആണ് കൂടുതൽ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡെഫിസിറ്റ് എന്ന് വിശേഷിപ്പിക്കാം. എന്തായാലും ആ വരുന്ന ബാലൻസിങ് ഫിഗർ ക്യാപിറ്റൽ ഫണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയാണ് ചെയ്യുന്ന അതിൻ്റെ ബാക്കിയുള്ള നടപടി എന്ന് പറയുന്നത്. സോ ഒരിക്കൽ കൂടി പറയുന്നു, the income and expenditure account is prepared on accrual basis with the help of receipts and payments accounts, along with the additional information regarding outstanding and prepaid expenses and depreciations. അപ്പം ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് തന്നെ അക്രൂവൽ ബേസിസ് എന്ന് പറയുന്ന ബേസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നാം പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻസുകൾ എന്തൊക്കെയാണ്, ഔട്ട്സ്റ്റാൻഡിങ്ങിനെ സംബന്ധിച്ചും പ്രീപെയ്ഡിനെ സംബന്ധിച്ചും ഡിപ്രീസിയേഷനെ സംബന്ധിച്ചും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ തിയററ്റിക്കൽ പോർഷൻസ് നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെ സ്റ്റെപ്പാണ് നാം ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് മുമ്പായിട്ട് അത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. ഒന്ന് കാണാൻ സാധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നുമല്ല, ഇതാ നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ്. ഒരു ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയട്ടെ. പറയുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് പറയുന്നതെങ്കിലും പക്ഷേ ഇവിടുത്തെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം എക്സ്പെൻഡിച്ചറാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകമാണ് കാണിച്ചിരിക്കുന്നത്. സോ
പേരുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് പറയുക എന്നിരുന്നാൽ പോലും അക്കൗണ്ടിലോട്ട് വരച്ചു വരുമ്പോൾ ആദ്യം എക്സ്പെൻഡിച്ചർ, രണ്ടാമത് ഇൻകം. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഫോർമാറ്റ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കാം. ആ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലോട്ടൊന്ന് കടക്കാം. Following steps may be helpful in preparing an income and expenditure account from a given receipts and payment account. നമ്മുടെ കൈവശം ഒരു റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തരും ക്വസ്റ്റ്യൻ്റെ അകത്ത്. അത് വെച്ചുകൊണ്ട് നമ്മളൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 6 സ്റ്റെപ്പുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിസ്സാരമായ കാര്യമേ ഉള്ളൂ, വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമത് പറയുന്നത് പെർസ്യൂ ദ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് thoroughly. മറ്റൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് നിരീക്ഷിക്കുക, ഓരോ ഐറ്റത്തെയും നന്നായിട്ട് നിരീക്ഷിക്കുക. ദെൻ നമുക്കറിയാം ഒരു റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി തന്നെ ഒരു പ്രോബ്ലം നേരത്തെ വർക്കൗട്ട് ചെയ്തായിരുന്നു അല്ലേ. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ റിസൾട്ട് കിട്ടിയതാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ റിസീപ്റ്റ് ഞാൻ ഇതിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, എക്സ്ക്ലൂഡ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആസ് ദേ ആർ നോട്ട് ഇൻകം. അപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്ന വേളയിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണിത് ഈ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്പണിങ്ങിലെ, ഞാനത് റെഡ് കളറിലോട്ട് കൊടുക്കുകയാണ്, ഈ പറയുന്ന ഓപ്പണിങ്ങിലെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും വേണ്ട. അതോടൊപ്പം തന്നെ ക്ലോസിങ്ങിലെ ഈ ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും നമുക്ക് വേണ്ട. ഈ 2 ഐറ്റം നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കരുത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്ക്ലൂഡ് ചെയ്യുക, ഒഴിവാക്കുക. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്, അത് രണ്ടും ഒഴിവാക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ്ലി, exclude capital receipts and capital payments as these are to be shown in the balance sheet. നമ്മൾ ഓൾറെഡി പറയുകയുണ്ടായി, ഈ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റവന്യൂ നേച്ചർ ഉള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ റിസീപ്റ്റുകളും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സുകളും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കരുതെന്നാണ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്യാപിറ്റൽ റിസീപ്റ്റ്? എന്താണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫർണിച്ചർ നമ്മൾ വാങ്ങുന്നു, ഹ്യൂജ് എമൗണ്ട് കൊടുത്തൊരു ഫർണിച്ചർ വാങ്ങുന്നു. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ ശരിക്കും ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു കാരണവശാലും നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കരുത്. ഇനി അതേപോലെ തന്നെ ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുന്നത്, ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ടായിരുന്നു, ഒരു ലാൻഡ്, അത് വിൽപ്പന നടത്തി. ആ വിൽപ്പന നടത്തിയപ്പോൾ നമുക്ക് ലഭ്യമായ തുക നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ക്യാപിറ്റൽ റിസീപ്റ്റ് എന്നാണ്. ആ തുക ഒരു കാരണവശാലും നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കരുത്. അപ്പം ഫസ്റ്റ് പറഞ്ഞു, ഈ പറയുന്ന നമ്മുടെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ്, ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും ഉൾക്കൊള്ളിക്കരുത് എന്ന് പറഞ്ഞു. ഇനി അതോടൊപ്പം തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസീപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും ഉൾക്കൊള്ളിക്കരുത് എന്ന് പറഞ്ഞു. അത് ബാലൻസ് ഷീറ്റിൽ മാത്രമേ കാണിക്കാവൂ എന്നും കൂടി പറയുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നു, കൺസിഡർ ഓൺലി റവന്യൂ റിസീവ്സ് ടു ബി ഷോൺ ഓൺ ദി ഇൻകം സൈഡ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതായത് റവന്യൂ റിസീപ്റ്റ്സുകൾ മാത്രമേ കാണിക്കാവുള്ളൂ, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ എല്ലാ റവന്യൂ റിസീപ്റ്റുകളും അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കണം. ചില റെസീപ്റ്റുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം കറണ്ട് ഇയറിലെ റിസീപ്റ്റ് മാത്രമേ നമ്മൾ കാണിക്കാവുള്ളൂ. നമ്മൾ ചില സന്ദർഭങ്ങളിൽ, ഇന്ന് എനിക്ക് തോന്നുന്ന ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലത്തിൻ്റെ അകത്ത് തന്നെ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പ്രീവിയസ് ഇയർ സബ്സ്ക്രിപ്ഷൻ ഫീ, കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ ഫീ, അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഫീ എന്ന് പറയുന്ന രീതിയിൽ 3 കാറ്റഗറി ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ഫീ കാണിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ ശരിക്കും ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്ന വേളയിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്?
അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ കറണ്ട് ഇയറിലെ ആക്ച്വൽ എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി എന്നുള്ളതാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവയെല്ലാം നമ്മൾ പ്രീവിയസ് ഇയറിലെയും വരാൻ പോകുന്ന ഇയറിലെയും എമൗണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. റിലവൻറ്റ് ടു ദി കറണ്ട് ഇയർ മാത്രം അല്ലെങ്കിൽ റിലേറ്റിംഗ് ടു ദി കറണ്ട് ഇയർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാവുള്ളൂ. അപ്പം റവന്യൂ റിസീപ്റ്റ്സിൻ്റെ കേസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെയും കേസ് പറയുന്നത്. ടേക്ക് ദി റവന്യൂ എക്സ്പെൻസസ് to the expenditure side of the income and expenditure account with the due adjustment as per the additional information provided relating to the amounts received in advance and those not yet received. നമ്മൾ ഈ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്നും വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നും പ്രീപെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ എക്സ്പെൻസസിൻ്റെ അകത്തും ഉണ്ടാവും, റവന്യൂ എക്സ്പെൻസസിനകത്തും ഉണ്ടാവും. അങ്ങനെ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ കറണ്ട് ഇയറിലോട്ട് വരുന്ന തുക മാത്രമേ കാണിക്കാവുള്ളൂ എന്നുള്ളതാണ് 5th പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റവന്യൂ റിസീപ്റ്റ്സുകൾ എടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, റവന്യൂ എക്സ്പെൻസ് എടുക്കുന്ന സമയത്തും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. റവന്യൂ റിസീപ്റ്റ്സ് ഇൻകം സൈഡിൽ കാണിക്കുകയും റവന്യൂ എക്സ്പെൻസസ് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുകയും ചെയ്യുന്നു. ഇനി അവസാനമായിട്ട് പറയുന്നു, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് നാം ഓരോ ഐറ്റംസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഒരു 3 ഐറ്റംസ്. ഇവ 3 വന്നാൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ കാണിക്കുന്ന പോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ കാണിക്കണം. ബാഡ് ഡെബ്റ്റ്സിന് വേണ്ടിയുള്ള പ്രൊവിഷൻ വയ്ക്കുന്നത് പോലെ തന്നെയുള്ള പ്രൊവിഷനും ഇവിടെയും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ ഫിക്സഡ് അസറ്റുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വിൽപ്പന നടത്തുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം, ചിലപ്പോൾ ലാഭം സംഭവിക്കാം, ലാഭം കിട്ടിയേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ലാഭം നഷ്ടം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഫിഗർ ആയിരിക്കും ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 പോയിന്റ്സുകൾ വളരെ നിസ്സാരമായ കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യണമെന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു ക്യാഷ് നമുക്ക് ഒഴിവാക്കാം, അത് ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും ക്യാഷ് നമ്മൾ ഒഴിവാക്കണം. ക്യാപിറ്റൽ റിസീപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും നമ്മൾ ഒഴിവാക്കണം, ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. ഇനി റവന്യൂ റിസീപ്റ്റും റവന്യൂ എക്സ്പെൻസും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും, പക്ഷേ അതിന് റിലവൻ്റ് ആയിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അവസാനമായിട്ട് പറഞ്ഞത് ഈ പറയുന്ന 3 ഐറ്റംസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്ന വേളയിൽ ഉൾക്കൊള്ളിക്കാറുണ്ട് എന്നുള്ളതാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ഫോർമാറ്റിലോട്ട് ഒന്നുകൂടെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഫെമിലറൈസേഷൻ വരുന്നതായിരിക്കും. നിങ്ങളൊന്ന് നോക്കുക എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കുക. എന്തൊക്കെ അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് പറയുക എന്നിരുന്നാൽ പോലും അതിൻ്റെ ആ രീതി ഒന്ന് നോക്കിക്കേ. എക്സ്പെൻഡിച്ചറാണ് ആദ്യം എഴുതിയിരിക്കുന്നത്, ഇൻകം ഇപ്പോഴാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് സാലറീസിനെ കുറിച്ച് പറയുന്നു. സാലറി ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കൂട്ടുന്നു, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ കിടക്കുന്നുള്ളത് ഒഴിവാക്കുന്നു. റെൻറ്റിൻ്റെ കേസ് നോക്കുക, ഇൻഷുറൻസിൻ്റെ കേസ് നോക്കുക, പ്രീപെയ്ഡ് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡേ ടു ഡേ ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ചെലവുകൾ മാത്രം, എക്സ്പെൻസുകൾ മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റ്, സ്പോർട്സ് മെറ്റീരിയൽ യൂസ്ഡ്, റിപ്പയേഴ്സ്, ടെലിഫോൺ ചാർജസ്, ഓണറേറിയം, പ്രിൻറ്റിങ്, ഓഡിറ്റ് ഫീ, ഇൻഷുറൻസ്, സാലറി, റെൻറ്റ്. അപ്പം റവന്യൂ എക്സ്പെൻസസുകളെല്ലാം ഇവിടെ എക്സ്പെൻഡിച്ചറിൻ്റെ കോളത്തിൽ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ റവന്യൂ റിസീപ്റ്റ്സുകൾ എന്ന് പറയുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ, ആ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുന്നതും അഡ്വാൻസ് കിടക്കുന്നതും ഒക്കെ പഴയതുകൊണ്ട് പുതിയതുകൊണ്ട് ഈ വർഷത്തേക്ക് പിടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ഫിഗർ ആയിരിക്കും ഔട്ടർ കോളത്തിൽ കാണിക്കുക. ഈ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് റവന്യൂ റിസീപ്റ്റ്സ് ആണ്, ഡൊണേഷൻസ് റവന്യൂ റിസീപ്റ്റ്സ് ആണ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ റവന്യൂ റിസീപ്റ്റ്സ് ആണ്, ഹാൾ റെൻറ്റ്, സൺട്രി റിസീപ്റ്റ്സ് എല്ലാം റവന്യൂ റിസീപ്റ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ഇൻകത്തിൻ്റെ കാറ്റഗറിയിലിട്ട് നമ്മൾ ഇൻകത്തിൻ്റെ കോളത്തിലിട്ട് നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇപ്രകാരമാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്ന വിധം. അതിൻ്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങളെ കാണിക്കുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട്.
നെക്സ്റ്റ് സെഷനിൽ നമുക്കൊരു പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്